ഓക്കെ, കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ഫിഫോ മെത്തേഡിന്റെ ഒരു പുതിയ പ്രോബ്ലം, അഥവാ പുതിയ പ്രോബ്ലം അല്ല, അതേ സംഭവം വെച്ചുകൊണ്ട് എങ്ങനെയാണ് ലിഫോ മെത്തേഡ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ വെൽക്കം ടു ദ വീഡിയോ. സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് എടുത്തിട്ടുള്ളത്. സെയിം ക്വസ്റ്റ്യൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത അതേ സെയിം ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നു. ഇവിടെ നിങ്ങൾ നോക്കുക, ജൂൺ 1-ാം തീയതി നമ്മുടെ കയ്യിലുള്ള ഷെയർ മീൻസ് യൂണിറ്റ് എന്ന് പറയുന്നത് 500 യൂണിറ്റ് ആണ്. 500 യൂണിറ്റിന് വരണ്ടായിരുന്നത്. സോ ആസ് യൂഷ്വൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ബാലൻസ് കോളത്തിലായ എമൗണ്ട് കാണിക്കുന്നു. ദെൻ 6-ാം തീയതി നമുക്ക് പുതിയ ഇഷ്യൂ നടക്കുന്നു. ഇഷ്യൂ എത്ര യൂണിറ്റ് ആണ്? 250 യൂണിറ്റ് ആണ്. നമ്മളെ കയ്യിൽ ആകെ ഒരൊറ്റ സ്റ്റോക്കേ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്താൽ മതി, ആ 500 യൂണിറ്റിൽ നിന്ന് എത്ര യൂണിറ്റ് ഇഷ്യൂ ചെയ്തു? 250 യൂണിറ്റ് ഇഷ്യൂ ചെയ്യുന്നു. ദെൻ ബാലൻസ് 50 യൂണിറ്റ് വരുന്നു. അതിനെ 200 ഗുണിച്ചു എന്താ പറയാ 50,000 രൂപ. ദെൻ ഇവിടെ തൊട്ടടുത്ത ദിവസം നമ്മൾ എന്ത് ചെയ്യുന്നു, 200 യൂണിറ്റ് പർച്ചേസ് ചെയ്യുന്നു. 190 രൂപയാണ് അതിന് വന്നത് 10-ാം തീയതി. ദെൻ അതിന് നമുക്ക് എന്ത് ചെയ്യുന്നു, 2 സ്റ്റോക്ക് വരുന്നു. 250 യൂണിറ്റിന്റെയും 200 യൂണിറ്റിന്റെയും വരുന്നു. ഇനി 15-ാം തീയതിയിലേക്ക് 6-ാം തീയതി നമ്മൾ ഇഷ്യൂ ചെയ്ത എന്ത് തിരിച്ചു വരുന്നു, ഫാക്ടറിയിലേക്ക് ഇഷ്യൂ ചെയ്തിരിക്കുന്ന യൂണിറ്റ് തിരിച്ചു വരുന്നു. അത് നമ്മൾ കാണിക്കുന്നു എങ്ങനെയാണ്, 15 യൂണിറ്റ് ആണ് നമുക്ക് റിട്ടേൺ വരുന്നതെന്ന് പറഞ്ഞു. 6-ാം തീയതിയാണ് ഇഷ്യൂ ചെയ്തതെന്ന് പറഞ്ഞു. അപ്പൊ 15 യൂണിറ്റ് അത് കാണിക്കുന്നു. 6-ാം തീയതി ഇഷ്യൂ ചെയ്തപ്പോൾ എത്ര രൂപയാണ്? 200 രൂപയായിരുന്നു വില ഉണ്ടായിരുന്നത്. 15 × 200 3000 രൂപ. ഇത് നമ്മളെ കയ്യിൽ ഇപ്പോൾ 3 സ്റ്റോക്ക് വരുന്നു. ഏതൊക്കെയാണ്? 250 യൂണിറ്റിന്റെയും 200 യൂണിറ്റിന്റെയും 15 യൂണിറ്റിന്റെയും വരുന്നു. ഇനി നമ്മൾ നോക്കി നോക്കുക, 18-ാം തീയതി എന്ത് സംഭവിക്കുന്നു? 18-ാം തീയതി പുതിയ യൂണിറ്റ് ഇഷ്യൂ ചെയ്യാൻ പറയുന്നു. അപ്പൊ ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മളിപ്പോ ചെയ്യുന്ന പ്രോബ്ലം ഏതാണ്? ലിഫോ മെത്തേഡിൽ അവർക്ക് ആവശ്യമുള്ള സംഭവം എന്ന് പറഞ്ഞാൽ 150 യൂണിറ്റ് ആണ്. ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ് നമ്മൾ ചെയ്യുന്നത്. സോ നമ്മളെ കയ്യിൽ എത്ര യൂണിറ്റ് ആണുള്ളത്? ആ ലാസ്റ്റത്തെ സ്റ്റോക്ക് എടുക്കുന്നത് 15 യൂണിറ്റ് ആണ്. ആ 15 യൂണിറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം ഇഷ്യൂ ചെയ്യുന്നു. അവർക്ക് തികഞ്ഞിട്ടില്ല. ഇനി എത്ര യൂണിറ്റ് വേണം? 180 യൂണിറ്റ് ആണ് നമുക്ക് അവരെന്ത് ചെയ്തത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ അപ്പൊ നമ്മളിപ്പോ 180-ൽ നിന്ന് എത്ര യൂണിറ്റ് ഇഷ്യൂ ചെയ്തു? 15 യൂണിറ്റ് ഇഷ്യൂ ചെയ്തു. ഇനി 165 യൂണിറ്റ് വേണം. തൊട്ട് മുന്നത്തെ സ്റ്റോക്ക് നോക്കുക, 200 യൂണിറ്റ് ഉണ്ട്. അപ്പൊ സുഖസുന്ദരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 165 യൂണിറ്റ് നമുക്ക് അതിൽ നിന്ന് ഇഷ്യൂ ചെയ്യാൻ പറ്റും. എത്ര രൂപ? 190 രൂപ. അപ്പൊ 190 എന്ന് പറയുന്നത് എത്ര വരുന്നു? 31,350 വരുന്നു. ഇനി നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കുകൾ നോക്കി നോക്കാം. തൊട്ട് മുകളിലേക്ക് എടുക്കുന്ന 250 യൂണിറ്റിന് ഒന്നും സംഭവിച്ചിട്ടില്ല. സോ അതെന്ത് ചെയ്യുന്നു, ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇറക്കി എഴുതുന്നു. ഇനിയോ 200 യൂണിറ്റിൽ നിന്ന് 165 യൂണിറ്റും പോയിട്ടുണ്ട്. അപ്പൊ ബാലൻസ് 35 യൂണിറ്റ് അതിൽ ബാലൻസ് വരുള്ളൂ. 35 യൂണിറ്റിന് എത്ര രൂപ? 190 രൂപ വെച്ചിട്ട് എത്ര രൂപ വരും? 190 വരുമ്പോ 6,650 രൂപ വരും. 6,650. ഇപ്പൊ നമ്മളെ കയ്യിൽ എത്ര ബാലൻസ് ഉള്ള സംഭവം? 250 യൂണിറ്റിന്റെ ഉണ്ട്. അതേപോലെ ബാലൻസിന് 35 യൂണിറ്റും ഉണ്ട്. ഇനി ഇവിടെ നമ്മൾ നടക്കുന്നത് നോക്കി നോക്കുക. 22-ാം തീയതി പുതിയ യൂണിറ്റ് പർച്ചേസ് ചെയ്യുന്നു. 22-ാം തീയതി പർച്ചേസ് ചെയ്യുമ്പോൾ എത്ര യൂണിറ്റ് ആണ്? 240 യൂണിറ്റ്. എത്ര രൂപക്ക്? 190 രൂപക്ക് പർച്ചേസ് ചെയ്യുന്നു. 45,600 രൂപ നമുക്ക് വരുന്നു. നേരെ ബാലൻസ് കോളത്തിലേക്ക് പോകുന്നു. ബാലൻസ് കോളത്തിൽ നമ്മൾ പഴയ 2 സ്റ്റോക്കുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു, എടുത്ത് താഴേക്ക് എഴുതേണ്ടതുണ്ട്. അത് എന്ത് ചെയ്യുന്നു, ആദ്യം താഴേക്ക് എഴുതുന്നു. എന്നതിന് ശേഷം നമ്മുടെ പുതിയ സ്റ്റോക്ക് വന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന് തൊട്ട് താഴെയായിട്ട് 3-ാമത്തെ സ്റ്റോക്കായിട്ട് നമ്മൾ എഴുതുന്നു. അപ്പൊ 22-ാം തീയതി ബാലൻസ് കോളത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് എത്ര യൂണിറ്റ് ഉണ്ട്? മൊത്തം 3 ഘട്ടമായിട്ടുള്ള 3 യൂണിറ്റ് നമുക്ക് ബാലൻസ് ഉണ്ട്. ഇനി നോക്കുക, 23-ാം തീയതി 300 യൂണിറ്റ് ആണ് ഇഷ്യൂ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ നോക്കേണ്ട കാര്യം എന്താണ്? 300 യൂണിറ്റ് നമുക്ക് ഇഷ്യൂ ചെയ്യണം. അതിന് നമ്മുടെ കയ്യിൽ എത്ര യൂണിറ്റ് ഉണ്ട്? 240 യൂണിറ്റ് ഒരു സ്റ്റോക്കായിട്ട് നമ്മൾ ലാസ്റ്റ് സ്റ്റോക്കായിട്ട് എത്ര ഉണ്ട്? 240 ഉണ്ട്. അപ്പൊ തികയൂല. ഇനിയും 60 എണ്ണം വേണം. സോ അതെന്ത് ചെയ്യുന്നു, എത്രയുണ്ട്?
35 യൂണിറ്റ് ഉണ്ട്. സോ അപ്പോഴും എന്ത് ചെയ്തിട്ടില്ല, തികഞ്ഞിട്ടില്ല. കാരണം നിങ്ങൾ നോക്കുക, 240 കൂട്ടണം 35 275 യൂണിറ്റ് ആയിട്ടുള്ളൂ. അവർക്ക് ആവശ്യമുള്ളത് എത്രയാണ്? 300 യൂണിറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇനി എത്ര യൂണിറ്റ് വേണം? 25 യൂണിറ്റ് വേണം. ആ 25 യൂണിറ്റ് നമുക്ക് എവിടെ നിന്ന് എടുക്കാൻ പറ്റും? നമ്മൾ ഫസ്റ്റ് സ്റ്റോക്ക് 250 യൂണിറ്റ് അല്ലേ ഇനി ബാലൻസ് ഉള്ളത്. ആ 250 യൂണിറ്റിൽ നിന്ന് 25 യൂണിറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? കൊടുക്കുന്നു. അതിന്റെ വില എന്ന് പറയുന്നത് എത്രയാണ്? 200 രൂപയാണ്. അപ്പൊ 25 എത്ര രൂപ വരും? 5000 രൂപ വരുന്നു. ഇനി അപ്പോ 240 സ്റ്റോക്ക് നമ്മൾ ഇഷ്യൂ ചെയ്തു, 35 സ്റ്റോക്ക് ഫുള്ളായിട്ട് ഇഷ്യൂ ചെയ്തു. 250 നിന്ന് എത്ര പോയി? 250 നിന്ന് 25 യൂണിറ്റ് പോയപ്പോ ബാലൻസ് ഇനി എത്ര? 225 യൂണിറ്റേ ഉള്ളൂ. എത്ര രൂപ വെച്ചിട്ട്? 200 രൂപ വെച്ചിട്ട്. അപ്പോ 45,000 രൂപയാണ് ഇനി നമ്മളെ കയ്യിൽ ബാലൻസ് ഉണ്ടാവും. അപ്പൊ ഇനി ബാലൻസ് ആകെ ഒരൊറ്റ സ്റ്റോക്കേ ഉള്ളൂ. അതേതാണ്? 225 യൂണിറ്റ് ആണ്. 200 യൂണിറ്റ് വെച്ചിട്ടാണ്. ഇനി അടുത്ത ദിവസം എന്ത് സംഭവിക്കുന്നു നോക്കി നോക്ക്. 24-ാം തീയതി നമുക്ക് പർച്ചേസ് അടക്കുന്നു. എത്ര യൂണിറ്റ് ആണ്? 320 യൂണിറ്റ് പർച്ചേസ് അടക്കുന്നു 190 രൂപ വെച്ചിട്ട്. അപ്പൊ നമുക്ക് എത്ര രൂപ വരും? 190 രൂപ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? പർച്ചേസ് അടക്കുന്നു. എത്ര എമൗണ്ട് വരുന്നു? 60 എമൗണ്ട് ആയിട്ട് വരും. നേരെ ബാലൻസ് കോളത്തിലേക്ക് പോകുമ്പോൾ ആസ് യൂഷ്വൽ നമ്മൾ ചെയ്ത അതേ സിസ്റ്റം തന്നെ ചെയ്യാം. തൊട്ട് മുകളിലെ സ്റ്റോക്ക് നമ്മൾ ആദ്യമായിട്ട് എഴുതുക. എന്നതിന് ശേഷം പുതിയ പർച്ചേസ് നടന്നത് എന്ത് ചെയ്യുക? തൊട്ട് നമ്മൾ എഴുതി വെക്കുക. എത്ര വരുന്നു? 320 യൂണിറ്റ് ആന്ന് പറഞ്ഞു. നമ്മൾ എന്ത് ചെയ്യുന്നു? താഴെ കാണിക്കുന്നു. ഇവിടെ പുതിയ സ്റ്റോക്ക് വന്നു. ഇപ്പൊ 2 ഉള്ളത്. 24-ാം തീയതി 225, 320. ഇനി അടുത്ത ദിവസം എന്താണ്? 25-ാം തീയതി പുതിയ എന്ത് ചെയ്യുന്നു? പുതിയ പർച്ചേസ് അടക്കുന്നു. എത്ര യൂണിറ്റ് ആണ് പർച്ചേസ് ചെയ്യുന്നത്? 200 യൂണിറ്റ് പർച്ചേസ് അടക്കുന്നു. സോ അത് കാണിക്കുക. 200 യൂണിറ്റ് എത്ര രൂപ വെച്ചിട്ട്? 170 രൂപ വെച്ചിട്ട്. എത്ര രൂപ വരുന്നു? 34 രൂപയാണ് വരുന്നത്. 34,000 രൂപ വരുമ്പോൾ നേരെ ബാലൻസ് കോളത്തിലേക്ക് ആദ്യത്തെ 2 സ്റ്റോക്ക് നമ്മൾ എന്ത് ചെയ്യുക? എടുത്തെഴുതുക. ആദ്യത്തെ 2 സ്റ്റോക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? എടുത്ത് എഴുതുന്നു. ദെൻ അതിനുശേഷം പുതിയ സ്റ്റോക്ക് ആയിട്ടുള്ള എത്ര യൂണിറ്റ്? 200 യൂണിറ്റ് നമ്മൾ കാണിക്കുകയും ചെയ്യും. ഓക്കെ, ക്ലിയർ? ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. ഇപ്പൊ നമ്മളെ കയ്യിൽ എത്ര യൂണിറ്റ് വന്നു? 1-ാം തീയതി 3 യൂണിറ്റ് ആണ് ബാലൻസ് ഉള്ളത്. ഇവിടെ ഇനി നോക്കാം. 26-ാം തീയതിയിലേക്ക് വരുമ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നു 115 യൂണിറ്റ് ഇഷ്യൂ ചെയ്യാൻ. അപ്പൊ 26-ാം തീയതി നമ്മൾ വരുന്നു. നേരെ ഇഷ്യൂ ലാസ്റ്റത്തെ സ്റ്റോക്ക് നോക്കി നോക്കുക. ലാസ്റ്റത്തെ സ്റ്റോക്ക് എത്രയുണ്ട്? 200 യൂണിറ്റ് നമ്മളെ കയ്യിലുണ്ട്. അപ്പൊ നമ്മളോട് ആകെ ഇഷ്യൂ ചെയ്യാൻ പറഞ്ഞിട്ട് എത്രയേ ഉള്ളൂ? 115 യൂണിറ്റേ ഉള്ളൂ. സോ 200-ൽ നിന്ന് സുഖസുന്ദരമായി നമുക്ക് എന്ത് ചെയ്യാം? 115 യൂണിറ്റ് ഇഷ്യൂ ചെയ്യാൻ പറ്റും. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? 26-ാം തീയതി 115 യൂണിറ്റ്. എത്ര രൂപ? 200-ന്റെ എത്രയാണ്? 170 രൂപ. അപ്പോ 115 ഇൻറ്റു 170 19,550 രൂപ വരുന്നു. നേരെ ബാലൻസ് കോളത്തിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ 2 സ്റ്റോക്കും സെയിം രീതി, അതിനൊരു ചേഞ്ചസും വന്നിട്ടില്ല. നമ്മൾ നേരെ എന്ത് ചെയ്യുന്നു? തൊട്ട് താഴേക്ക് എഴുതുന്നു. ദെൻ 200 യൂണിറ്റിൽ നിന്ന് 115 യൂണിറ്റ് പോയാൽ ബാക്കി എത്ര ഉണ്ടാവുക? 85 യൂണിറ്റിന് 170 രൂപ പ്രകാരം 14,450 രൂപ ഉണ്ടാവും. സോ 14,450 രൂപ. ക്ലിയർ? ഇനി എന്താണ് നമ്മളോട് ഈ പ്രോബ്ലത്തിന്റെ അഡ്ജസ്റ്റ്മെന്റ്? നേരത്തെ നമ്മൾ ഫിഫോയിൽ പറഞ്ഞ അതേ കാര്യം തന്നെ അവിടെ ചെയ്യുന്നത്. ഇവിടെ ലാസ്റ്റിൽ നിന്ന് ഫസ്റ്റ് ഔട്ട് ആവുന്നു മാത്രം. ഇവിടെ നിങ്ങൾ നോക്കുക. സ്റ്റോക്ക് റിട്ടേൺ ടു വെണ്ടർ 50 യൂണിറ്റ് 24th ജൂൺ. 24th ജൂണിൽ പർച്ചേസ് ചെയ്ത ആ സംഭവത്തിന് ഒന്നും സംഭവിച്ചില്ലല്ലോ. നമ്മൾ എവിടെ കാണിക്കുന്നു? നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെ 27-ാം തീയതി കാണിക്കുന്നു. 27-ാം തീയതി ഇഷ്യൂ കോളത്തിലേക്ക് വരുന്നു. എത്ര? 50 യൂണിറ്റ്. 50 യൂണിറ്റിന്റെ പ്രൈസ് പറഞ്ഞത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ ദിവസത്തെ മീൻസ് ഡേറ്റ് പറഞ്ഞത് കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ദിവസത്തെ എമൗണ്ട് എഴുതുന്നു. അപ്പൊ 50 ഇൻറ്റു 190 എന്ന് പറയുമ്പോൾ എത്ര വരും? 9,500 വരുന്നു.
നേരെ ബാലൻസ് കോളത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ നേരത്തെ നമ്മൾ ചെയ്ത അതേ സിസ്റ്റം തന്നെ ആദ്യം എന്ത് ചെയ്യുന്നു, 225ന്റെ 320ൽ നിന്ന് എത്ര പോയി, 320ൽ നിന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം 50 യൂണിറ്റ് പോയിട്ടുണ്ട്. ബാക്കി അപ്പൊ എത്ര വരിക, 270 യൂണിറ്റ് വരുന്നു. 70ന് നമ്മൾ 190 രൂപ വെച്ചിട്ട് എത്ര രൂപ വരുന്നു, 51,300 വരുന്നു. ദെൻ ഇതവിടെ ലാസ്റ്റ് സ്റ്റോക്ക് എത്രയാണ്, 85 യൂണിറ്റിന്റെ ലാസ്റ്റ് സ്റ്റോക്ക് ഉണ്ട്. ആ സ്റ്റോക്ക് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, താഴേക്ക് എഴുതുകയും ചെയ്യുന്നു. സോ ആസ് യൂഷ്വൽ നമ്മൾ ചെയ്ത അതേ സിസ്റ്റം തന്നെയാണ് ഇവിടെ ഫോളോ ചെയ്യുന്നുള്ളൂ. പിന്നെ എന്ത് ചെയ്യുന്നു, 30-ാം തീയതിയിലേക്ക് പോകുമ്പോൾ സ്റ്റോക്ക് ഓഡിറ്റ് ഷോയുടെ ഷോർട്ടേജ് ഓഫ് 10 യൂണിറ്റ്. ഏതാണ്, 30-ാം തീയതിയിലേക്ക് പോകുമ്പോൾ ഷോർട്ടേജ് കാണിക്കുന്നു. നേരത്തെ ചെയ്ത് 10 യൂണിറ്റ് ആണ്. 10 യൂണിറ്റ് ലാസ്റ്റത്തെ സ്റ്റോക്കിന്റെ വില എത്രയാന്ന് നോക്കി നോക്കുക. 10 യൂണിറ്റ് ആണ്, 170 രൂപയാണ്. അപ്പൊ 10 ഇൻറ്റു 170 പറയുമ്പോൾ 1700 വരുന്നു. അപ്പൊ ആ എമൗണ്ട് ആണ് ഇവിടെ കാണിക്കേണ്ടത്. 170 നേരെ 1700 രൂപ വരുന്നു. ദെൻ എവിടേക്ക് പോവാ, ഫൈനൽ സ്റ്റോക്കിലേക്ക് പോകുന്നു. ആദ്യത്തേതിനൊന്നും സംഭവിച്ചിട്ടില്ല, അത് നേരെ താഴേക്ക് എടുത്തെഴുതുന്നു. എന്നതിന് ശേഷം 85 യൂണിറ്റിൽ നിന്ന് എത്ര പോയി, 10 വരുന്നു, 75 യൂണിറ്റ് വരുന്നു. 75 ഇൻറ്റു 170. ഓക്കെ, അപ്പൊ എത്ര വരുന്നു, 12 സംതിങ്. 170 12,750 രൂപ. ഇതാണ് നമ്മൾ ഈ പ്രോഗ്രാം പ്രകാരവും ചെയ്യേണ്ട കാര്യം. മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല. അവിടെ ഡേറ്റ് പറഞ്ഞിട്ടില്ലെങ്കിൽ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഡേറ്റ് പറഞ്ഞിട്ടില്ലെങ്കിൽ ആ പറയുന്ന എമൗണ്ട് ശ്രദ്ധിച്ചിട്ട് ചെയ്യണം. കാര്യം നമുക്ക് പറഞ്ഞിട്ടില്ലെങ്കിൽ ലാസ്റ്റത്തെ സ്റ്റോക്ക് എടുക്കുക, പറഞ്ഞാൽ എന്ത് ചെയ്യുക, മുകളിലത്തെ സ്റ്റോക്ക് എടുക്കുക. അപ്പൊ അതാണ് ശ്രദ്ധിക്കേണ്ടത്. സർപ്ലസ് ഇഷ്യൂ ചെയ്യുമ്പോൾ സർപ്ലസ് ആണെങ്കിൽ റെസിപ്റ്റ് കോളത്തിൽ നമുക്ക്, ഡെഫിസിറ്റ് ആണെങ്കിൽ, ഷോർട്ടേജ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇഷ്യൂ കോളത്തിൽ കാണിക്കുന്നു. ഡേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പെർട്ടിക്കുലർ ഡേറ്റിന്റെ സംഭവം എടുത്തുകൊണ്ട് മാത്രം ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അത്രയാണ് ഇതിലുള്ള കാര്യങ്ങൾ പറയാനുള്ളത്. ആ രീതിയിൽ പ്രോബ്ലം. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നല്ലത് വരുത്തും.